അടുത്തത് നമ്മൾ സംസാരിക്കാൻ നമ്മൾ വാപ്പാടെ സ്ഥാനം കാണാൻ നമ്മുടെ മാഷ് നാട്ടിലാണ്, മാഷ് അയൽവാസിയാണ്, മാഷ് ആദരവ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സലീം മാഷാണ്. അതിനുശേഷം ഇതിന് പിന്നെ ഇപ്പൊ മാഷിന് ഏകദേശം ഒരു ധാരണായില്ലേ. എൻ്റെ പെങ്ങന്മാരെ കണ്ടുകൾ, എൻ്റെ ഉമ്മമാരൊക്കെ കണ്ടില്ലേ. ഇപ്പൊ എനിക്ക് ഉമ്മമാരുണ്ട് കൂടുതൽ. ഇന്നലെ ഒരാളും പിന്നെ കാണാൻ വന്നു, എന്നോട് പറഞ്ഞു ഇത്ര തിരക്കിൽ ടോക്കെടുത്തിട്ടേ, എന്നിട്ട് എന്നോട് പറഞ്ഞു ഉമ്മാന്റെ കുട്ടിന്റെ ചിരി കാണാൻ വന്നതാണ്, സ്ഥാനം കേൾക്കാം. അത് കേട്ടപ്പോ ഒന്നും പാടുണ്ടായി. അപ്പൊ എനിക്ക് ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ഉമ്മമാരുണ്ട്. അള്ളാഹു മരിക്കുന്ന സ്നേഹം നിലനിർത്തി തരട്ടെ. ഒരൊന്നിനൊക്കെ വേണം, മുതലൊന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സലീം മാഷ് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. അള്ളാഹു ആഫിയത്തും ആരോഗ്യം അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ എന്റെ കണ്ടങ്ങള് നാളെ സ്വർഗത്തിൽ ഓലക്കൂടെ അള്ളാഹു നമുക്കും എന്താകട്ടെ ഒരിടം അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മൂപ്പർ ആദരപൂർവ്വം ക്ഷണിക്കുക. വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടോ? ചായ ചോദിക്കുക. തിരക്കുള്ള ആൾക്കാരാ അവരെക്കാരും. മദനീയനായ നമുക്കേവർക്കും ബഹുമാനരായിട്ടുള്ള നമ്മുടെ സേനാധിപത്യങ്ങളും അതുപോലെ തന്നെ തങ്ങളുടെ കുട്ടിക്കാലം മുതൽ തങ്ങളുടെ കൂടെയുള്ള നമ്മുടെ മണ്ണാർക്കാട് അറിഞ്ഞാത്ത സ്ഥാപനങ്ങളുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള എനിക്ക് ഏറ്റവും ആദരണീയനായിട്ടുള്ള സലാം മാഷ്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ തങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരും സയ്യിദന്മാരെ, അതിലെ പ്രിയപ്പെട്ട നൂറെ ഹബീബ് കുടുംബത്തിലെ ബഹുമാന്യരായ എൻ്റെ അഡ്മിന്മാരെ, പ്രിയപ്പെട്ടവരെ, നൂറെ ഹബീബ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ ഇൻഷാ അല്ലാഹ് ഈ മാസം 29-ാം തീയതി സമൂഹ വിവാഹം നടക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ വളരെ മനോഹരമായ രീതിയിൽ, വളരെ വിപുലമായ രീതിയിൽ സമൂഹത്തിലെ നാനാ തുറകളിലും പെടുന്ന 10,000-കണക്കായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏറ്റവും മാതൃകാപരമായിട്ട് നമ്മുടെ ഈ സന്ദർഭങ്ങളൊക്കെ ഇൻഷാഅല്ലാഹ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നമ്മുടെ ഈ പദ്ധതിയും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും ഇൻഷാഅല്ലാഹ് വളരെ വിജയമായിട്ട് നടത്താൻ നമുക്ക് വേണ്ടി കഴിയും. അത് ഏറ്റവും നന്നായി നടത്താൻ അതിന് മുൻപന്തിയിൽ നിന്നുകൊണ്ട് എങ്ങനെ മനോഹരമാക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കതിനെ മനോഹരമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഇവിടെ നിങ്ങളെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. അതിന്റെ കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകളോട് സൂചിപ്പിച്ചു. ജീവിതം പലപ്പോഴും സ്വപ്നം കണ്ട് കഴിയുന്ന എത്രയോ ആളുകൾ, ആ ആളുകൾക്ക് തീർച്ചയായിട്ടും തങ്ങളുടെ അടുത്തെത്തുമ്പോൾ അവരുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും വേദനകളും ഒക്കെ ഇല്ലാതെയാക്കാൻ തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്നു പോയ ഒരാളാണ്. അത് അപ്രതീക്ഷിതമായിട്ട് വന്നതാണ്. രാവിലെയാണ്, രാത്രി ഒരു 12 മണിക്കാകുമ്പോൾ എന്നെ വിളിച്ചു, നാളെ രാവിലെ നേരത്തെ തങ്ങളോട് പോകണമെന്ന് പറഞ്ഞാൽ എന്തിനാ പോകണം, എനിക്ക് 10 മണിക്കവിടെ പോകേണ്ട കേസുണ്ട്. അപ്പൊ പോയി പക്ഷെ അല്ല, രാവിലെ വരെ കേസുണ്ട്. അപ്പൊ ഒരു ഗ്രാമത്തിലെ 2 വ്യക്തികള്, സാധാരണ കുടുംബാംഗങ്ങള്, ഓട്ടോ ഡ്രൈവർമാരാണ്. ഒരാൾ 32 വയസ്സാണ്, ഒരാൾ 41 വയസ്സാണ്. 2 പേരുടെയും 2 വൃക്കകളും നഷ്ടപ്പെട്ടു. ആ നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന്, ഞാൻ കമ്മിറ്റിയോട് ചേർന്നാലും കൂടിയാണ് വൃക്ക മാറ്റി വെക്കൽ. 60 ലക്ഷം രൂപയാണ് അവർക്ക് വേണ്ടത്. അപ്പൊ നമ്മുടെ പന്ത് കളി ഗ്രൗണ്ടാണെങ്കിലും മറ്റു ഉത്സവങ്ങളാണെങ്കിലും മറ്റു പ്രവർത്തനങ്ങളാണെങ്കിലും അവിടെയൊക്കെ ആളുകൾ കളക്ഷൻ നടത്തിയ ഫണ്ട് സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കമ്മിറ്റിക്കാർ വിളിച്ച് നിർബന്ധിച്ച് തങ്ങളുടെ അടുത്തുകൂടി ഒന്ന് പോയിട്ട് വിവരം പറയണം. അവർ ഇത്ര എന്താന്നുള്ളത് തങ്ങളുടെ ഒരു പിന്തുണക്കാര്യത്തിൽ ഉണ്ടാവണം.
ഞങ്ങൾക്ക് സമയമുണ്ട്. ഏകദേശം ഒരു വർഷത്തിനകത്തെ ഓപ്പറേഷൻ കാര്യങ്ങൾ ഒന്ന് ഏറ്റവും അടുത്ത് 2 മാസം കൊണ്ട് നടക്കും. ബാക്കി കുറച്ച് സമയം ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഒരാളുടെ വാപ്പയും എന്താണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വീട്ടിൽ 2 പേര് അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ തൊട്ടപ്പുറത്ത് മാണിക്കപ്പറമ്പ് പറഞ്ഞ സ്ഥലത്ത് ചെറിയ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. എനിക്ക് സന്തോഷമാണ്, കഴിഞ്ഞ നമ്മുടെ വിവാഹ സമയത്ത്, വിവാഹമല്ല, നമ്മുടെ മജ്‌ലിസ് നടന്ന സമയത്ത് ഈ റോട്ടിൽ മാത്രം അവരാണ് വളണ്ടിയർമാർ നിന്ന് 80,000 രൂപയാണ് വെറും 1.5 മണിക്കൂർ കൊണ്ട് അവർക്ക് ഇവിടുന്ന് നിങ്ങൾ സഹായിച്ചു. ബക്കറ്റ് കളക്ഷൻ മാത്രം, ഒരറിയിപ്പും പറയൽ കൊടുത്തിട്ടില്ല. അതിനൊക്കെ നിങ്ങളെ സഹായിച്ചവരാണ്. അപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഞാൻ സൂചിപ്പിച്ചു വന്നത് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആളുകൾ, ജീവിതത്തിലെ നാളെ എങ്ങനെ ഏത് രീതിയിൽ എന്റെ കുടുംബത്തെ അല്ലെങ്കിൽ മക്കളെ വിവാഹം ചെയ്തേക്കും എന്ന് കരുതി ഒരു വേള ഒരുപക്ഷെ ചിലരെങ്കിലും ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിക്കുന്ന മനുഷ്യർ ഇഷ്ടം പോലെയാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്. നിർഭാഗ്യകരമായി ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണാർക്കാട് ഒരു ചെറുപ്പക്കാരല്ലേ ഒരു മധ്യവയസ്കൻ ആത്മഹത്യ ചെയ്ത് കടബാധ്യത മൂലം. നമുക്കൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുള്ള ഒരാളാണ്, നമ്മുടെയൊക്കെ ചുറ്റുപാട് ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആളുകളൊക്കെ ദിനേന എന്നോണം അവിടെ ജീവിത പ്രയാസങ്ങൾ കൊണ്ട് ഒരിക്കലും അതൊരു ശരിയായ മാർഗമല്ല, നമുക്കൊക്കെ അറിയാം, വിശ്വാസപരമായിട്ടും ഏറ്റവും വലിയ തെറ്റാണ്. പക്ഷെ അങ്ങനെയുള്ള എത്രയോ ആയിരക്കണക്കായ 10,000-കണക്കായ ആളുകളെയാണ് വീടില്ലാത്തവർക്ക് വീടായും, അതുപോലെ തന്നെ വിവാഹത്തിന് സഹായമായിട്ടും, അതുപോലെ ചികിത്സക്ക് സഹായമായിട്ടും, അതുപോലെ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവർക്ക് സാന്ത്വനമായിട്ടും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് അതിനൊക്കെ ഒരു പരിധിവരെ അത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ സങ്കടങ്ങൾ ഇല്ലാതെയാക്കാൻ, അവരുടെ വേദനകൾ ഇല്ലാതെയാക്കാൻ, അവരുടെ കണ്ണീരൊപ്പാൻ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ തന്നെയാണ് അതെല്ലാം. അതിനൊക്കെ തക്കതായ പ്രതിഫലം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് നേതൃത്വത്തിൽ നിന്ന് ബഹുമാന്യരായ തങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ദീർഘായുസ്സും ആഫിയത്തും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള താക്കത്തും പഠിച്ചവൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. ഞാൻ എന്തായാലും സുദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. അതെനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ കഴിഞ്ഞ വിവാഹ സമയത്ത് ഞാൻ യോഗത്തിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. കൃത്യമായി പോലീസ് അധികാരികളും അതുപോലെ തന്നെ അതിന് വളണ്ടിയേഴ്സും നമുക്ക് നൽകുന്ന, അതുപോലെ ഇവിടുന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ നൽകുന്ന ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ദേശീയപാതയുടെ ഓരത്താണ് നമ്മുടെ പരിപാടികളൊക്കെ നടക്കുന്നത്. വാഹന ഗതാഗതവും മറ്റു സംവിധാനങ്ങളും ഒക്കെ പരമാവധി നമ്മുടെ പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ വലിയ ഒരു സൽക്കർമ്മം കൊണ്ട് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മൾ കൃത്യമായി എല്ലാവരും ശ്രദ്ധയോടുകൂടി അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നാണ്. അത് കൈകാര്യം ചെയ്ത് പരിചയമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതിന് ബഹുമാനപ്പെട്ട ആളുകളൊക്കെ. അതുകൊണ്ട് അതാണ് എനിക്ക് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരാള് വീഴ്ച വരുത്തിയാലും ചിലപ്പോ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ഈ കൂട്ടായ്മ അല്ലെങ്കിൽ ഈ സംരംഭം, ഈ പദ്ധതി, ഈ പ്രവർത്തനം ഏറ്റവും മികച്ച രീതിയിലാക്കാൻ എനിക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയും, എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും. എന്റെ ചെറിയ ഒരു അശ്രദ്ധ പോലും അതിന് ചെറിയ ഒരു അശ്രദ്ധ ഉണ്ടാകുമ്പോൾ അത് വലിയ വീഴ്ചയായിട്ട് നാളെ നമ്മളെല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ഒരു പോരായ്മ അക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്നുള്ള തികഞ്ഞ ഒരു ജാഗ്രത, ഒരു കരുതൽ നമ്മുടെ എല്ലാവരുടെ ഭാഗത്തും തീർച്ചയായിട്ടും ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതായാലും ഇതെന്തായാലും നമ്മുടെ കേരളീയ സമൂഹത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കൂട്ടായ്മ മാറിയിട്ടുണ്ട്. ഇത് അഭംഗുരം മുന്നോട്ട് പോകാൻ അള്ളാഹു എല്ലാവിധ സൗഭാഗ്യങ്ങളും അവസരങ്ങളും തൗഫീഖും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ ചടങ്ങവിടെ തങ്ങളുടെ അനുവാദത്തോടു കൂടി ഈ ഒരു കൂട്ടായ്മ യോഗം തുടങ്ങി വെച്ചത് അറിയിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ തങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് തുടങ്ങാൻ എല്ലാ അർഹതയും തങ്ങൾക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും അതെ, നമ്മളെല്ലാവരും ആളുകളാണ്. അതൊക്കെ അവർ ശ്രദ്ധിക്കും. തീർച്ചയായിട്ടും അതിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്തത് നമ്മൾ സംസാരിക്കാൻ നമ്മൾ വാപ്പാന്റെ സ്ഥാനം കാണാൻ നമ്മുടെ മാഷ് നാട്ടിലാണ്, മാഷ് അയൽവാസിയാണ്. മാഷ് ആദരവ് ചോദിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യനായ
നമുക്ക് ഏവർക്കും ആദരണീയനായ സയ്യദ് ഹാമിദ് ആറ്റുകോയ തങ്ങൾ അവരുടെ ഈ യോഗം തുടങ്ങി വെച്ച ബഹുമാനായ തച്ചനാട്ടുകര പഞ്ചായത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് കെ പി സലീം മാസ്റ്റർ, പ്രിയപ്പെട്ട സൈദലി ഉസ്താദുമാരെ, പ്രിയപ്പെട്ട നൂറ ഹബീബ് അഡ്മിൻ സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഞാനിവിടെ എത്തിച്ചേർന്നത്. തങ്ങൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് എനിക്കവിടെ പരിപാടി, ഞാൻ വന്നിട്ട് എന്താണ് അവിടെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ കുട്ടികൾ അവിടെ വരും, എൻ്റെ പെങ്ങന്മാരവിടെ വരും, എൻ്റെ ഉമ്മമാരവിടെ വരും, എന്നെ ഞാനാക്കി എന്നെ വളർത്തുന്ന, എന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന സഹോദരിമാരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരോട് അല്പനേരം സംവദിക്കുക എന്നതാണ് മാഷ വരവുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നോട് പറയുണ്ടായി. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കണ്ണിറയെ കാണാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഈ തിരുമുറ്റത്ത് നിറഞ്ഞു കവിഞ്ഞ എൻ്റെ സഹോദരിമാരെ. പ്രിയമുള്ളവരെ, സയ്യിദ് ഹാമിദ് ആറ്റുകോയ തങ്ങൾ നേതൃത്വം നൽകുന്ന നൂറ ഹബീബ് മജ്ലിസ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ദിക്കുകളിലും അതിൻ്റെ സന്ദേശം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. നൂറ ഹബീബ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും ആ മജ്ലിസ് കൊണ്ട് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുമൊക്കെ എനിക്ക് മുമ്പ് ബഹുമാനപ്പെട്ട തങ്ങളും പ്രിയപ്പെട്ട പ്രസിഡന്റും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എൻ്റെ മുമ്പിൽ വധു ആവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട യുവതികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. 18 പേരുടെ വിവാഹം 29-ാം തീയതി നടക്കുമ്പോൾ അതിനു മുമ്പ് 50 സഹോദരിമാരുടെ വിവാഹം നടത്താൻ സാധിച്ചു എന്ന കൃതജ്ഞത പ്രിയപ്പെട്ട തങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. 50 കുട്ടികളെ കെട്ടിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടാവുക, അതിനുശേഷം 18 യുവതികളെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടാവുക, അതിനാവശ്യമായ സംവിധാനം കേരളത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നുമായി സ്വരൂപിക്കാൻ സാധിക്കുക, അതിന് നേതൃത്വം കൊടുക്കാൻ എൻ്റെ മുമ്പിൽ കൂടിയ ഈ സഹോദരിമാർക്ക് സാധിക്കുക. പ്രിയപ്പെട്ട സൈദലി ഉസ്താദ് പറയുണ്ടായി, ഇടുക്കിയിൽ നിന്ന് ഇവിടെ സഹോദരിമാരെത്തിയിട്ടുണ്ട്, കാസർഗോഡ് നിന്ന് ഇവിടെ സഹോദരിമാരെത്തിയിട്ടുണ്ട്. കാസർഗോഡ് നിന്നും ഇവിടെ എത്തണമെങ്കിൽ എത്ര മണിക്ക് പുറപ്പെടണം? പ്രിയപ്പെട്ട തങ്ങളുടെ സന്ദേശം കേരളത്തിന്റെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ മുക്കുമൂലകളിൽ എത്തിക്കുന്നത് ഈ നൂറ ഹബീബിന്റെ അഡ്മിന്മാരാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി തന്നെയാണ് തങ്ങൾ ഇവിടെ പറയുന്നത്. നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തങ്ങൾക്ക് 100 നാവ. നിങ്ങൾ ഓരോരുത്തരെയും തങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് തങ്ങളുടെ ഓരോ വാചകത്തിലും നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുകയുണ്ടായി. അത്രമാത്രം നിങ്ങളെ തങ്ങൾ സ്നേഹിക്കുന്നു. ഒരു സന്ദേശവുമായി ഒരാൾ പുറപ്പെട്ടാൽ, ഒരു നല്ല കാര്യവുമായി ഒരാൾ പുറപ്പെട്ടാൽ സ്വാഭാവികമായും ധാരാളം വെല്ലുവിളികൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. എന്ത് നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും അതിനെയൊക്കെ വിമർശന ബുദ്ധിയോടുകൂടി നോക്കിക്കാണുന്നവർ ഒട്ടേറെയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ധാരാളം സംവിധാനങ്ങളുണ്ട്, ഒട്ടേറെ ചാരിറ്റി പ്രവർത്തകരുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും. എന്താണ് പ്രിയപ്പെട്ട തങ്ങളുടെ ചാരിറ്റി പ്രവർത്തനത്തിലുള്ള വ്യത്യസ്തത എന്ന് ഞാൻ പരിശോധിച്ചു. നാടുകളിലെ നമ്മുടെ യാത്രയിൽ
നമുക്ക് ഒട്ടേറെ പന്തലുകൾ കാണാൻ കഴിയും. ഞാൻ പറയുന്നത് സഹോദരിമാർ കേൾക്കുന്നുണ്ടോ? നമുക്ക് ഒട്ടേറെ പന്തലുകൾ കാണാൻ കഴിയും, കുറെ സ്റ്റേജുകൾ കാണാൻ കഴിയും, കുറെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ കഴിയും. അവിടെയൊക്കെ സ്വാഭാവികമായും പണപ്പിരിവും ഉണ്ടാവും. ആ നടക്കുന്ന പരിപാടിയിലെ പണപ്പിരിവിന് ശേഷം അതിന്റെ സംഘാടകർ എന്താണ് പണം ചെയ്യാറുള്ളത്? ഒരു പ്രഭാഷകൻ വന്ന് മാന്യമായി ഒരു പ്രഭാഷണം നടത്തി കിട്ടുന്ന വരുമാനം കൊണ്ട് ആ പ്രഭാഷകൻ എന്താണ് ചെയ്യാറുള്ളത്? അവിടെയാണ് നൂറ ഹബീബുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ വ്യത്യസ്തത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട തങ്ങൾക്ക് നല്ല വരുമാനമുണ്ട് എന്ന് ഞങ്ങൾ എല്ലാവരും പറയാറുണ്ട്. പ്രിയപ്പെട്ട തങ്ങൾക്ക് ധാരാളം ചെലവുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. എന്റെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു മരണമുണ്ടായി. ആ മരണപ്പെട്ട വീട്ടിൽ ഞാൻ പോയപ്പോൾ അവിടെ 2 സഹോദരിമാര്, നൂറ ഹബീബിന്റെ അഡ്മിന്മാരായ 2 സഹോദരിമാർ നിൽക്കുന്നുണ്ട്. ആ 2 സഹോദരിമാർ മയ്യത്തിന്റെ അടുത്ത് നിൽക്കുകയാണ്. മയ്യത്ത് സന്ദർശിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ പോയത്. ഇതിലത്തെ ഒരു സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, തങ്ങളെ മാഷെ, ഞങ്ങൾക്ക് തങ്ങളുടെ വകയായി പരിശുദ്ധ ഉംറക്ക് പോകാനുള്ള അവസരം കിട്ടിയിരിക്കുന്നു. സഹോദരൻ മരണപ്പെട്ട് കിടക്കുന്ന ഭാഗത്ത് അവിചാരിതമായി എന്നെ കണ്ടപ്പോൾ പോലും ആ നൊമ്പരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ, ആ വേദനയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പരിശുദ്ധ ഉംറക്ക് പോകാൻ അവസരം കിട്ടി എന്നുള്ള ചാരിതാർത്ഥ്യം എന്നോട് രേഖപ്പെടുത്തിയ ആ സഹോദരി എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് അവരെ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ തങ്ങളെ എന്നുകൂടി പറഞ്ഞു തങ്ങളെ? ആ ഒരു അറ്റാച്ച്മെന്റ്, ഞാനും പ്രിയപ്പെട്ട ഹാമിദ് ആറ്റുകോയ തങ്ങളുമുള്ള ഒരു അറ്റാച്ച്മെന്റ്, അത് ചെറുതല്ല, കുട്ടിക്കാലം മുതലുള്ളതാണ്. തങ്ങൾ കുട്ടിയാവും, അതാണ് എന്നോട് പിതൃതുല്യരായി എന്നെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും. ഞാൻ തങ്ങളെ ബഹുമാനിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ നാട്ടിൽ പെറ്റു വളർന്ന തങ്ങൾ. നേരത്തെ പറഞ്ഞല്ലോ, അതൊന്നും നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഒരു മറവുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. എന്റെ കുട്ടിക്കാലം എങ്ങനെയാണ് എന്ന് ഇന്ന് സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു എല്ലാ നിലക്കും റെസ്പെക്റ്റബിൾ പേഴ്സൺ ആയിട്ടുള്ള പ്രിയപ്പെട്ട തങ്ങൾ പറയുന്നു, ഞാൻ അനാഥനായി, അഗതിയായി, ആലംബഹീനനായി, ആരോരുമില്ലാത്തവനായി ഞാൻ വളർന്നു വന്ന കാലം നിങ്ങളോട് അദ്ദേഹം പങ്കിടുകയാണ്. അത് പറയാൻ അദ്ദേഹത്തിന് മടിയില്ല. ആ ഒരു കാലത്ത് മണർക്കാട് ദാറുന്നജാത്ത് പോലെയുള്ള ഒരു സ്ഥാപനം അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തിന് കൈപിടിച്ച് ആ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നത് കുമരമ്പത്തൂരുള്ള തങ്ങളാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. PMC തങ്ങളും പ്യൂണ്, അവിടുത്തെ പ്യൂണായിട്ട് ജോലി ചെയ്യുന്ന PMC തങ്ങളുടെ കൈപിടിച്ച് അദ്ദേഹം വന്ന്, അദ്ദേഹം ദാറുന്നജാത്തിൽ അന്തേവാസിയായി. അവിടെ പഠനം പൂർത്തിയാക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കാതെ പോകുന്ന സ്ഥിതി വന്നു. 10ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ പൂർണ്ണമായും പഠിക്കാൻ സാധിച്ചോ എന്ന് തന്നെ ഞാൻ സംശയിക്കുകയാണ്. അങ്ങനെ നാട് വിടേണ്ടി വന്നു, പള്ളി ദർസുകളിൽ പോകേണ്ടി വന്നു. പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടും പഠിപ്പിക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം വന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബം പട്ടിണിയായിരുന്നു, ദാരിദ്ര്യമായിരുന്നു. അതൊക്കെ ഇവിടെ നിങ്ങളെ മുമ്പിൽ വെച്ച് പറയാൻ അദ്ദേഹത്തിന് മടിയില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ മറന്നത്? എന്തായാലും അത് ഓർമ്മ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കൊക്കെ ഒരു പൂർവ്വ ചരിത്രമുണ്ട്, എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ട്. നമ്മളതെല്ലാം പറയേണ്ടടുത്ത് പറയേണ്ടി വരും. ഇനി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ അനുഭവിച്ചു വന്ന യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. ഇല്ലാത്ത കാലത്ത് നമ്മെ സഹായിച്ചവരോടുള്ള നന്ദിയും കടപ്പാടും നമുക്കുണ്ടായിരിക്കണം. അത് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് ആ സംസാരത്തിൽ നിന്നും ആ അദ്ദേഹം നിങ്ങളോടുള്ള അഭിമുഖത്തിൽ നിന്നും. അത് നിങ്ങളോട് പറയാൻ യാതൊരു മടിയും കാണിക്കാതെ അദ്ദേഹം പറഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ തന്നെ വേദനിക്കുകയായിരുന്നു. അത് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരു കാലഘട്ടം. അള്ളാഹുവിന്റെ കഥ എന്നനുസരിച്ച് തന്നെ പറയാം, അദ്ദേഹം വളർന്നു വന്നപ്പോൾ ഉണ്ടായ വെല്ലുവിളികൾ എത്രയാ? പ്രിയപ്പെട്ട ഹാമിദ് ആറ്റുകോയ തങ്ങൾ തങ്ങളല്ല എന്ന് വരെ പറഞ്ഞു.
എല്ലാം തിരുത്തപ്പെട്ടില്ലേ? അപ്പൊ ഹത്ത് എന്നുള്ളതൊന്നുണ്ട്, സത്യം എന്നുള്ളതൊന്നുണ്ട്. ആ സത്യം വിജയിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ ആ സത്യം സമൂഹത്തിന് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട തങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഉന്നത നിലവാരത്തിൽ നിൽക്കുകയാണ്. എന്റെ മഹലിലെ മണൽഡി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബാപ്പുട്ടി ഹാജിയും ജനറൽ സെക്രട്ടറി പഴയതി ഷെരീഫാജിയും ഞാനും കൂടി കഴിഞ്ഞ ദിവസം ഇവിടെ വരികയുണ്ടായി. പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം. അത് പറയാൻ കയറി ചെല്ലാൻ പറ്റുന്ന ഒരു മനസ്സിന്റെ ഉടമയാണ് പ്രിയപ്പെട്ട തങ്ങൾ എന്നുള്ള തിരിച്ചറിവാണ് പ്രിയപ്പെട്ട ഷെരീഫാജിയെയും ബാപ്പുട്ടി ഹാജിയെയും ഇങ്ങോട്ട് വരാൻ സാധിച്ചത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങൾ ആലോചിച്ചു. നമ്മളെല്ലാവരും ഈ മൊബൈൽ ഫോണിന്റെ കയ്യിൽ പിടിച്ച് അതെങ്ങനെ ചാറ്റ് ചെയ്തിട്ടും അതിലെ ഓരോ നല്ലതും ചീത്തയും ഒക്കെ കണ്ട് നമ്മുടെ സമയം കളയാം. അതിൽ നിന്നൊരു മാറ്റം വരാൻ ഈ നൂറ ഹബീബ് കൂട്ടായ്മക്ക് സാധിച്ചില്ലേ? വെറുതെ ഇരുന്ന് വെറുതെ നേരം പോക്കുകൾക്ക് വേണ്ടി നിങ്ങൾ കാണാൻ പാടില്ലാത്തത് കണ്ടുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേട്ടുകൊണ്ട് സമയം കളഞ്ഞിരുന്ന നിങ്ങൾ അത് മാറി നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ, അതാണ് തങ്ങളുടെ ഒരു ഇത്, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, അദ്കാറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ദൈവസ്മരണയിലൂടെ ആത്മീയമായി നിങ്ങൾ രംഗത്തേക്ക് വരുന്നു, അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ഇവിടെ നടക്കുന്ന മജ്‌ലിസിനെ കുറിച്ച് സമൂഹത്തോട് സംവദിക്കുന്നു. വേണ്ടപ്പെട്ടവരെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങൾ ആ മജ്‌ലിസിൽ സന്നിഹിതരാകുന്നു. ആ മാസത്തിൽ ഒരിക്കൽ കൂടുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഹോദരിമാർ, കൂടപ്പിറപ്പുകൾ എന്നാ തങ്ങളുടെ ഭാഷ, ആ കൂടപ്പിറപ്പുകൾ ഒത്തുകൂടുന്ന ഭാഗത്ത് പിന്നെ അപാലവൃദ്ധൻ ജനങ്ങൾ പങ്കെടുക്കുന്നു, പതിനായിരങ്ങൾ പങ്കെടുക്കുന്നു. ഭക്ഷണം കഴിച്ച് പ്രാർത്ഥനയോടുകൂടി ആത്മനിർവൃതിയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുന്നു. നേരെ മറിച്ച് ഈ ഫോണിൽ ഇങ്ങനെ തോണ്ടിയിരിക്കുകയാണെങ്കിലും അവിടെ നടക്കുന്ന പ്രാർത്ഥനകൾ എല്ലാം മറന്നുകൊണ്ട് തങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നു. അതാണല്ലോ ഇന്നത്തെ ക്യാൻസർ രോഗി അദ്ദേഹത്തിന്റെ ക്യാൻസർ ഷിഫിയായി എന്ന് കേട്ടപ്പോൾ തങ്ങൾക്ക് കൊണ്ടുവന്നു കൊടുത്ത ആഭരണത്തിന്റെ കാര്യം അത് നിങ്ങൾക്ക് തരാറില്ലേ? ഉണ്ടാതിരിക്കുകയാണെങ്കിൽ അപ്പൊ കയ്യിൽ കിട്ടുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള യാതൊരു ജാള്യതയും അത് ഈ തങ്ങളുടെ ഒരു ക്വാളിറ്റിയായി ഞാൻ കാണുന്നു. കുറെ തങ്ങന്മാരെ പരിചയം. കയ്യിൽ കിട്ടുന്നത് മറ്റുള്ളവരുടെ ഷെയർ ഉണ്ടതില് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി അവർക്ക് കൂടി ഷെയർ കൊടുക്കുന്നതിനുള്ള ആ ഒരു വലിയ മനസ്സിനെ, ആ വലിയൊരു മനസ്സിനെ ഞാൻ ബഹുമാനിക്കുകയാണ്. ഞങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകര് ഇന്ന് ഞാൻ പറയട്ടെ, ഇന്ന് എൻ്റെ അടുത്ത് ഞാൻ രാവിലെ എണീറ്റ് മൊബൈൽ തുറന്നു നോക്കുമ്പോൾ അട്ടപ്പാടിയിലുള്ള മൂസ മൗലവിയുടെ ഒരു ഒരുത്തൻ, അദ്ദേഹം സൗദി അറേബ്യയിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. സംഭവം എന്താണെന്നറിയോ? തങ്ങളുടെ കല്യാണത്തിന്റെ വിവരം സൗദിയിൽ അറിയണം. അദ്ദേഹം എന്നെ വിളിച്ചു പറയാണ്, ഒമ്മലയിൽ ഒരു പുരുഷൻ, പുതൂര് ഒരു സ്ത്രീ വിവാഹത്തിന് തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾ തങ്ങളോട് പറയണം. ഞാൻ തങ്ങളോട് പറയുന്ന ഒരു ഏജൻസി പണി എനിക്ക് കിട്ടുക. അപ്പോ ഒരു പാവപ്പെട്ട പുതൂരുള്ള ആദിവാസികളോട് ചേർന്ന് താമസിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി, ആ കുട്ടിയുടെ കല്യാണത്തിന് തയ്യാറായി മറ്റൊരു ചെറുപ്പക്കാരൻ വരുന്നു. അത് ഒമ്മലയുടെ ഊരിനെ അടുത്തുള്ളത്. അട്ടപ്പാടിയിലെ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു മൗലവി, മൂസ മൗലവി എന്നെ വിളിച്ച് പറയാം, തങ്ങളോട് പറയാം. ഞാൻ നിങ്ങളെല്ലാവരും സാന്നിധ്യത്തിൽ അത് പറയുന്നു. അന്വേഷിക്കുക. നിങ്ങൾ കൂടപ്പിറപ്പുകളെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്താലേ തങ്ങൾ ചെയ്യുള്ളൂ എന്നാണ്. തങ്ങളോട് മാത്രം പറഞ്ഞിട്ട് കാര്യമല്ല, ഞാൻ അറിയിക്കാൻ മാത്രം. മറ്റൊന്ന്, ഈ തൊട്ടിവിടെ താമസിക്കുന്ന, ഇവിടെ 53-ൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിക്ക് വീട് വെക്കുന്നതുമായിട്ടുണ്ട് എൻ്റെ മകൻ എന്നോട് പറയുന്നു. തങ്ങളോട് പറയുന്നു. ഇന്ന് രാവിലെ വീട്ടിൽ വന്ന് വേറൊരു സ്ത്രീ പറയാണ്, എനിക്ക് വീട് ഉണ്ടാക്കാൻ സഹായം കിട്ടി പലരിലും, പക്ഷെ കിണറില്ല. നിങ്ങൾ തങ്ങളോടൊന്ന് പറയുക. തങ്ങളോട് പറയാൻ മാത്രം അത്രമാത്രം ലിസ്റ്റ് കൊണ്ട് ഞാൻ ഇവിടെ വന്നാല് തങ്ങൾ ഗേറ്റ് അടക്കും. എന്നോട് ചെയ്യില്ല. പക്ഷെ അതല്ലല്ലോ ശരി. അത്ര ഞാൻ പറഞ്ഞു വന്ന എന്തിനാന്ന് വെച്ചാൽ, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അടുക്കൽ വരുന്ന കേസ് പോലും ധാരാളം സഹോദരിമാരിവിടെ ഇരിക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ ഒരു ഐഡന്റിറ്റിയാണ്. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനി എന്നോ ഇല്ല. നിങ്ങളെല്ലാം ഒരമ്മ പെറ്റ മക്കളാണ് എന്ന കാഴ്ചപ്പാടുകൾ. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ സന്ദേശമാണ് ഇവിടെ നടപ്പാക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പാലക്കാട് ഒരു പരിപാടി സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഒരു
പിന്നെ എന്താ പറയാ വൃദ്ധസദനമാണ്. ആ വൃദ്ധസദനത്തിൽ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ അവിടെ മണ്ണാർക്കാട് വസന്തത്തിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കാണാനിടയായി. ആ കുട്ടി എന്നോട് ചോദിച്ചു, സാറ് മണ്ണാർക്കാട് നിന്നല്ലേ വരുന്നേ? ഞാൻ സാറിന് മണ്ണാർക്കാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് കേരളശ്ശേരിയാണ് ആ പെൺകുട്ടിയുടെ വീട്. അച്ഛനില്ല, അമ്മയില്ല, ആകെയുള്ളത് ഒരു സഹോദരൻ മാത്രം. സഹോദരൻ മാനസിക വിഭ്രാന്തിയിലായി അയാളെ ആ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കിയിരിക്കുക. പൊന്നാങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുക പെങ്ങള്. അന്ന് ഞാൻ ആ കുട്ടിയൊന്ന് പരിചയപ്പെട്ടു. അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷെ ആ കുട്ടി ഒരു പ്രാവശ്യം എന്നെ വിളിക്കുന്നു, എനിക്കൊരു കല്യാണം ശരിയായിട്ടുണ്ട്, എന്നെ കെട്ടിക്കാൻ ആരുമില്ല, എനിക്ക് ആരുമില്ല, അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ തങ്ങൾക്ക് വിളിച്ചു, ഇങ്ങനൊന്നുണ്ട്. ഞാൻ ഏറ്റെടുത്തു. ഭാഷ എത്ര വളരെ സിമ്പിളായിട്ടാണ് മറുപടി എന്നറിയോ? അത് ഞാൻ ഏറ്റെടുത്തു. മാഷ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഏറ്റെടുത്തു. അച്ഛനില്ലാത്ത, അമ്മയില്ലാത്ത, വീടില്ലാത്ത, ആരോരുമില്ലാത്ത ഒരു അന്യ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ ഏറ്റെടുക്കാനുള്ള ആ വലിയ മനസ്സുണ്ടല്ലോ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ മനസ്സിനെ ഞാൻ ബഹുമാനിക്കുന്നു. പ്രിയപ്പെട്ട തങ്ങൾക്ക് ദീർഘായുസിന് വേണ്ടി, ഈ സ്വഭാവം നിലനിൽക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ കൈകളിൽ കിട്ടുന്നത് സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ള മനസ്സിന് വേണ്ടി സർവശക്തനായ തമ്പുരാനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം നമ്മളെല്ലാവരും. ഇതെല്ലാം വെറുതെ പറയുന്നതല്ല. എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചു. എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്കൊന്നും ആവശ്യമില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒന്നും ആവശ്യമില്ല. ജീവിക്കാൻ മാന്യമായ ഒരു ജീവിതമാർഗം അള്ളാഹു കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ നമുക്ക് ഭാരം ഏറ്റി പോകുമ്പോൾ അത്താണികൾ ഉണ്ടാവും. പല ഭാഗങ്ങളും ഇറക്കി എന്ന് പറയുമ്പോൾ ആ ഭാരം ഇറക്കി വെക്കാനുള്ള അത്താണികൾ, ആ അത്താണികളായി നമുക്ക് പ്രിയപ്പെട്ട തങ്ങളെ പോലെയുള്ളവരെ കാണാം. നമുക്ക് ഏത് പ്രയാസവും വന്ന് അദ്ദേഹത്തോട് പറയാം. ആ കുട്ടിയുടെ കല്യാണം തങ്ങൾ ഏറ്റെടുത്തുവെങ്കിലും നേരത്തെ പറഞ്ഞില്ലേ, ഉമ്രക്കൊക്കെ പോലെ ഇബ്രാഹിം നബി വിളി കേട്ടില്ല, അവിടെ പോകാൻ പറ്റില്ല അറിഞ്ഞത്. അതേപോലെ ആ കുട്ടിയുടെ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരന്റെ പെങ്ങന്മാര് നാത്തൂന്മാര് അവർ പറഞ്ഞു, അങ്ങനെ ഒരു ഫണ്ട് ശേഖരിച്ചൊന്നും നമ്മുടെ നിങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളെ കുട്ടിയെ ഞങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാണ്. ഫണ്ട് മൂലമൊന്നും ഇല്ലെങ്കിലും വേണ്ട, ഞങ്ങൾക്കത് മറ്റൊരാൾ കൊടുക്കാൻ പറ്റില്ല. അത് കല്യാണം നടന്നോ നടന്നില്ലേ എന്നുള്ളതല്ല, അതിനുള്ള വേദി ഒരുക്കാൻ സാധിച്ചു എന്ന് പറയുന്നതാണ്. അപ്പോ അത്തരം കാര്യങ്ങൾ നമുക്ക് കുറെ. ഞാൻ ഒന്നുകൂടി പറയട്ടെ, എന്റെ നാട്ടിൽ ഒരു അപകടമുണ്ടായി. ഒരു ചെറുപ്പക്കാരൻ, ഒരു നല്ല ചെറുപ്പക്കാരൻ, ഒരു 32 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ അവൻ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. കുഴഞ്ഞു വീണ് മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. അദ്ദേഹത്തെ ആസ്പത്രി കൊണ്ടുപോയി. ദിവസങ്ങൾക്കുള്ളിൽ ആ സഹോദരൻ മരണപ്പെട്ടു. അതിൻ്റെ ഉള്ളിൽ ആ സഹോദരൻ പ്രസവിക്കുകയും ചെയ്തു. 3 മക്കളുണ്ട്. അല്ലെങ്കിൽ തന്നെ 4മത്തേതാണ്. 32 വയസ്സ് പ്രായം. താമസിക്കാൻ വീടില്ല. നാട്ടുകാരായ ഞങ്ങൾ കൂടി അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കണം. അപ്പോൾ സ്ഥലമില്ല. ബഹുമാനപ്പെട്ട തങ്ങളടുത്ത് ഞാൻ വന്ന് ഈ കാര്യം പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, അനാവശ്യമായ സ്ഥലവും ഞാൻ വാങ്ങിക്കൊടുക്കാം, അതിൽ ഒരു 900 സ്ക്വയർ ഫീറ്റുള്ള വീട് ഞാൻ വാങ്ങിക്കൊടുക്കാം. ഇരിക്കുന്ന പെണ്ണ് പുറത്തിറങ്ങാൻ പാടില്ലാതെ ഭർത്താവ് മരണപ്പെട്ടത് കാരണം ഇരിക്കുന്ന പെണ്ണ്, ആ പെണ്ണിന് സ്വന്തമായൊരു വീടുണ്ടാക്കി കൊടുക്കാൻ കാലം കഴിഞ്ഞ് സ്വന്തം മക്കളെയും കൂട്ടി ആ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാൻ ബഹുമാനപ്പെട്ട ഈ തങ്ങൾ മുഖേന കാരണമായി എന്നത്, അതിനെ കക്ഷിയേരാൻ, പിന്തുണ നൽകാൻ വിനീതനായി എനിക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുക. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. പ്രിയപ്പെട്ട തങ്ങൾ പറയല്ലോ, എന്റെ സ്വന്തം പെങ്ങൾക്ക്, തങ്ങളുടെ സ്വന്തം പെങ്ങൾക്ക്, തങ്ങളുടെ എല്ലാവരും ഉണ്ടെങ്കിൽ പോലും, വാപ്പേ ഇല്ലാത്തുള്ളൂ, എല്ലാവരും ഉണ്ടെങ്കിൽ പോലും ആ കുട്ടിയെ കെട്ടിക്കാൻ മാർഗമില്ലാത്ത കാലത്ത് മണ്ണാർക്കാട് ദാറുന്നജാത്തിന്റെ തിരുമുറ്റത്ത് വെച്ച് ഒമാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ നിക്കാഹ് നടത്തി കൊടുക്കാൻ വിനീതനായ ഞങ്ങൾക്ക് സാധിച്ചു. അത് മനസ്സിൽ പേറി നടക്കുകയാണ്. ആ തങ്ങളാണ്
50 കുട്ടികളുടെ വിവാഹം നടത്തി കൊടുത്തതിന് ശേഷം ഇപ്പോൾ 18 പേർ കല്യാണത്തിന് വേണ്ടി തയ്യാറാണ്. അതില് ഹിന്ദുന്നോ മുസ്ലിംന്നോ ക്രിസ്ത്യാനിയോ എന്ന് 4-5 പേര് ഞാൻ അപേക്ഷ കണ്ടു. 5 സഹോദരിമാർ അന്യ സമുദായത്തിൽപ്പെട്ട അവരുടെ സമുദായ പ്രകാരം ആചാരപ്രകാരം വിവാഹം നടത്തണം. നിങ്ങൾക്ക് താലി കെട്ടേണ്ടതാണെങ്കിൽ താലി കെട്ടി, ഈശ്വര സാന്നിധ്യത്തിൽ നിങ്ങൾ താലി കെട്ടി, നിങ്ങൾ വധുവരന്മാർ പരസ്പരം മാലയിട്ട് സ്വീകരിച്ച് നിങ്ങൾ സന്തോഷത്തോടു കൂടി മണവാളനും മണവാട്ടിയും ഇറങ്ങി വരുന്നതുണ്ടല്ലോ, അഗ്നിസാക്ഷിയായി നിങ്ങൾ വലം വെച്ച് നിങ്ങൾ ഇറങ്ങി വരുന്നത്, അതാണ് തങ്ങൾക്ക് കാണാനുള്ളത്. ബഹുമാനപ്പെട്ട പല മഹല്ലുകളിൽ നിന്നുമായിരിക്കും നമ്മുടെ വനിതകൾ, നമ്മുടെ യുവതികളെ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇസ്ലാമിക ആശയപ്രകാരം ബഹുമാനപ്പെട്ട അവിടുത്തെ ഖാദിമാരുടെയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട തങ്ങന്മാരുടെയോ കാർമ്മികത്വത്തിലായിരിക്കും വിവാഹം. അങ്ങനെ ഒരു വലിയ സദസ്സ്, 18 പേർ സുമംഗലികളായി ഇറങ്ങിപ്പോകുന്നതിന്റെ കാഴ്ച ഇതൊന്നും ചെറുതല്ല. ഇവിടെ എത്രയോ സമ്പന്നന്മാരുണ്ട്, എത്രയോ പണക്കാരുണ്ട്, എത്രയോ നേതാക്കന്മാരുണ്ട്. അവർക്കൊന്നും സാധിക്കുന്നില്ല ഇതിന്. പണമുണ്ടെങ്കിലും സാധിക്കില്ല, ആളും അർത്ഥമുള്ളവനും സാധിക്കില്ല. ആ വിശാലമായ മനസ്സുള്ളവന് മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവാണ് ബഹുമാനപ്പെട്ട ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളാണ് തങ്ങളുടെ സ്വത്ത് എന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ അത് വെറുതെ പറയുന്ന ഞാൻ വിചാരിച്ചിരുന്നത്. എത്ര സൈലന്റ് ആണ് തങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവര്. തങ്ങളെ കുറിച്ച് പറയുമ്പോൾ വളരെ സൈലന്റ് ആണ്. പൊന്നു കൊടുക്കാന്ന് പറഞ്ഞപ്പോഴും അവർ വേണ്ടി വളമിച്ചിരുന്നു. തങ്ങളെ കുറിച്ച് നല്ലത് പറയുമ്പോൾ നോക്കി അവര് സൈലന്റ്. നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടാവണം. തങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ കൂടിയവർക്ക് എല്ലാവർക്കും നിങ്ങൾ പ്രാർത്ഥിക്കണം. പരസ്പര പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. ഞാൻ ഇത് ദീർഘിപ്പിക്കുന്നില്ല. എന്റെ വാക്കുകൾ കേട്ടതിനുള്ള നന്ദി ഞാൻ പറയട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ഉൾക്കൊള്ളിക്കുക. അള്ളാഹു നമ്മുടെ പരിപാടികളെല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. ഹാമിദ് ആറ്റക്കോയ തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പൂർവ്വപിതാക്കന്മാരുടെ കാരുണ്യത്തോടു കൂടി, നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി, അദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുന്ന സങ്കല്പങ്ങൾക്ക് ചിറക് വിടർത്തി അദ്ദേഹത്തിന് പറന്നുയരാനും ഈ സമൂഹത്തിൽ തണൽ വിരിക്കാനും ശാശ്വതമായ സമാധാനത്തിന് വേണ്ടി ഉള്ള സന്ദേശം ഉയർത്തി കൊടുക്കുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും സാധിക്കുമാറാവട്ടെ എന്ന് ഞാൻ അവസാനമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.